എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ ഒരു അധ്യായത്തിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. ബഹുജന മുന്നേറ്റങ്ങളുടെ കാലഘട്ടത്തിലേക്ക്. നിങ്ങളുടെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലെ 6-ാം അധ്യായം നമുക്ക് ഒരുമിച്ച് വളരെ ലളിതമായൊന്ന് ചർച്ച ചെയ്താലോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എങ്ങനെയാണ് ഒരൊറ്റയാൾക്ക് ഒരു വലിയ സാമ്രാജ്യത്തെ വെല്ലുവിളിക്കാൻ ഒരു രാജ്യം മുഴുവൻ കൂടെ നിന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആ വഴിയിലെ പ്രധാന തന്ത്രങ്ങളും സമരങ്ങളും നമുക്കൊന്ന് നോക്കാം. ഈ കഥയുടെ തുടക്കം ഇന്ത്യയിലല്ല, മറിച്ച് ദക്ഷിണാഫ്രിക്കയിലാണെന്ന് പറയുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ? അവിടെ വെച്ചാണ് മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് ഒരു പുതിയ സമരരീതിക്ക് തുടക്കം കുറിക്കുന്നത്. ഗാന്ധിജി വികസിപ്പിച്ചെടുത്ത ആ പുതിയ ആയുധം, അതായിരുന്നു സത്യാഗ്രഹം. എന്താണിത്? ശത്രുവിനെ കായികമായി നേരിടുന്നതിന് പകരം സത്യത്തിലും അഹിംസയിലും ഉറച്ചുനിന്ന് അവരുടെ മനസാക്ഷിയെ തൊട്ടുണർത്തുന്ന ഒരു രീതി. ഇതൊരു വെറും സമരമാർഗമായിരുന്നില്ല, അതൊരു ജീവിതരീതി കൂടിയായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. സത്യം, പിന്നെ അഹിംസ. വളരെ ലളിതമായ രണ്ടാശയങ്ങളല്ലേ? എന്നാൽ ഈ രണ്ട് ആശയങ്ങളായിരുന്നു ഒരു വലിയ സാമ്രാജ്യത്തിനെതിരായ പോരാട്ടത്തിന്റെ അടിത്തറ. അതായത്, എന്തു വന്നാലും സത്യത്തിൽ ഉറച്ചു നിൽക്കുക, ഒരു കാരണവശാലും അക്രമത്തിന്റെ വഴി തിരഞ്ഞെടുക്കാതിരിക്കുക. അങ്ങനെ ദക്ഷിണാഫ്രിക്കയിലെ നീണ്ട 20 വർഷത്തെ ജീവിതത്തിന് ശേഷം ഈ വിപ്ലവകരമായ ആശയങ്ങളുമായി അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയാണ്. അപ്പോ അടുത്ത ചോദ്യം ഇതായിരുന്നു: ദക്ഷിണാഫ്രിക്കയിൽ വിജയം കണ്ട ഈ സമരരീതി നമ്മുടെ ഇന്ത്യൻ മണ്ണിൽ ഫലപ്രദമാകുമോ? ഗാന്ധിജി തന്റെ ആദ്യകാല പ്രാദേശിക സമരങ്ങളിലൂടെ അതിനുള്ള ഉത്തരം നൽകി തുടങ്ങി. അദ്ദേഹത്തിന്റെ ഒരു വേഗത നോക്കണേ. 1917-ലും 18-ലുമായി ഒന്നിനു പുറകെ ഒന്നായി 3 വലിയ സമരങ്ങൾ. ഓരോന്നും വലിയ വിജയങ്ങളായിരുന്നു. ഇതോടെ സത്യാഗ്രഹം എന്ന ആശയം ഇന്ത്യയിലും ശക്തമാണെന്ന് അദ്ദേഹം തെളിയിച്ചു. ഈ ഓരോ വിജയങ്ങളും സാധാരണക്കാരുടെ പ്രശ്നങ്ങളായിരുന്നു. ചമ്പാരനിലെ കർഷകരുടെയും അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികളുടെയും ഖേദയിലെ കർഷകരുടെയും. അങ്ങനെ ഗാന്ധിജി സാധാരണക്കാരുടെ സ്വന്തം നേതാവായി മാറുകയായിരുന്നു. ഇതുവരെ നമ്മൾ കണ്ടത് പ്രാദേശിക സമരങ്ങളാണെങ്കിൽ ഇനി കഥ മാറുകയാണ്. ഒരു രാജ്യം മുഴുവൻ ഒന്നിച്ചൊരു ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കുന്ന നിർണായകമായൊരു ഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ ഒരു നടപടി എങ്ങനെയാണ് അതിനെ തിരികൊളുത്തിയതെന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു, റൗലറ്റ് ആക്ട്. ലളിതമായി പറഞ്ഞാൽ, ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു വിചാരണയും കൂടാതെ പിടിച്ചു ജയിലിലിടാം. പൗരാവകാശങ്ങൾക്ക് നേരെയുള്ള ഒരു വലിയ കടന്നുകയറ്റമായിരുന്നു അത്. ഗാന്ധിജി ഇതിനെ ഒറ്റവാക്കിൽ വിശേഷിപ്പിച്ചു: കരിനിയമം. ആ ഒരൊറ്റ വാക്കിൽ ആ നിയമത്തോടുള്ള രാജ്യത്തിന്റെ മുഴുവൻ രോഷവും പ്രതിഷേധവും അടങ്ങിയിരുന്നു. ഈ കരിനിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ ആളുകൾ അമൃത്സറിലെ ജാലിയൻവാലാബാഗിൽ സമാധാനപരമായി ഒത്തുകൂടി. പക്ഷേ അവിടെ സംഭവിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഒരധ്യായമായിരുന്നു. 1000-ലധികം സാധാരണക്കാർ, നിരായുധരായ ആളുകൾ, ജനറൽ ഡയറിന്റെ ഉത്തരവ് പ്രകാരം വെടിയേറ്റ് വീണു. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അതൊരു വഴിത്തിരിവായി മാറി. അപ്പോ ഇതാണ് ആ പ്രധാനപ്പെട്ട പോയിന്റ്. ഈയൊരു ദുരന്തമാണ് രാജ്യത്തെ ഒന്നടങ്കം ഒരുമിപ്പിച്ചത്. അത് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ബഹുജന സമരത്തിന്, അതായത് 1920-ലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചു. ലക്ഷ്യം വളരെ ലളിതമായിരുന്നു: ബ്രിട്ടീഷ് ഭരണവുമായി ഒരു തരത്തിലും സഹകരിക്കാതിരിക്കുക. അവരുടെ തുണി വേണ്ട, അവരുടെ ജോലി വേണ്ട, അവരുടെ സ്കൂളുകളും കോളേജുകളും വേണ്ട, എല്ലാം ബഹിഷ്കരിക്കുക. പക്ഷേ ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന സ്ഥലത്ത് പ്രതിഷേധം അക്രമാസക്തമായപ്പോൾ ഗാന്ധിജി ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. അദ്ദേഹം ആ വലിയ പ്രസ്ഥാനം അങ്ങ് നിർത്തിവെച്ചു. അഹിംസ എന്ന തത്വത്തിന് അദ്ദേഹം അത്രയധികം വില കൽപ്പിച്ചിരുന്നു. കുറച്ചുകാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം സമരം വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. ഇത്തവണ ലക്ഷ്യം കുറച്ചുകൂടി വലുതായിരുന്നു. വെറും അവകാശങ്ങളല്ല, പൂർണ്ണ സ്വരാജ്, അതായത് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം. ഈ വലിയ ലക്ഷ്യം നേടാൻ ഗാന്ധിജി തെരഞ്ഞെടുത്ത ആയുധം എന്താണെന്നറിയാമോ? ഉപ്പ്. ശരിക്കും അത്ഭുതം തോന്നുന്നില്ലേ? എന്തിനായിരിക്കും രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഉപ്പിലേക്ക് കൊണ്ടുവന്നത്? അതൊരു ഗംഭീര തന്ത്രമായിരുന്നു. കാരണം ഉപ്പ് അത് പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ വേണ്ട ഒന്നാണ്. ബ്രിട്ടീഷുകാരാണെങ്കിൽ അതിനു വലിയ നികുതിയും ഏർപ്പെടുത്തി. അപ്പോൾ ആ നിയമം ലംഘിക്കുക എന്നത് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രതിഷേധമായിരുന്നു. അത് സ്വാശ്രയത്വത്തിന്റെ ഒരു വലിയ പ്രതീകമായി മാറി. സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറം വരെ 240 മൈൽ ദൂരം ഗാന്ധിജിയും അനുയായികളും ഉപ്പുണ്ടാക്കാൻ വേണ്ടി നടത്തിയ ആ പദയാത്ര ഇന്ത്യയെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ ഇളക്കിമറിച്ചു. ഇപ്പോ നമ്മൾ സമരചരിത്രത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക്, ആ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. 2ാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന സംഭവങ്ങളിലേക്ക്. 1942-ൽ
ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഗാന്ധിജി രാജ്യത്തിന് നൽകിയ ആഹ്വാനം ഇതായിരുന്നു: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. ബ്രിട്ടീഷുകാർ ഉടൻ ഇന്ത്യ വിടണമെന്ന ശക്തമായ ആവശ്യമായിരുന്നു അത്. ഈ അവസാന ഘട്ടത്തിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. സ്വാതന്ത്ര്യത്തിലേക്ക് ഒരൊറ്റ വഴിയായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഒരു വശത്ത് ഗാന്ധിജിയുടെ അഹിംസാമാർഗം, മറുവശത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ സായുധ പോരാട്ടത്തിന്റെ വഴി. ഒരാൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരാൾ ഡൽഹി ചലോ എന്നാഹ്വാനം ചെയ്തു. അപ്പോ നമ്മുടെ ഈ ചർച്ചയുടെ അവസാനം ഒരു ചോദ്യം ബാക്കിയാവുന്നു. സ്വാതന്ത്ര്യം എന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴിക്ക് ലക്ഷ്യത്തോളം തന്നെ പ്രാധാന്യമുണ്ടോ? ഇതൊരു വലിയ ചോദ്യമാണ്, അല്ലേ? ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഭാഗം അവസാനിപ്പിക്കാം.